ഹലോ എവ്രിവൺ, വെൽക്കം ടു ലാം PSC. ഹിസ്റ്ററിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെ എത്തി അല്ലേ, June 3 പ്ലാന് വഴിയിട്ട് ദെൻ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രണ്ട് സ്റ്റേറ്റ് ആയിട്ട് ഇപ്പം എന്ത് ചെയ്തിട്ട് ഫോം ചെയ്ത് നിൽക്കുന്നതാണ്. ഇനി നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കുറച്ച് പോർഷൻസ് എന്തുണ്ട് നമ്മൾ സിലബസ് വെച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് അല്ലേ. ഇന്ത്യ എന്നൊരു യൂണിയനും പാകിസ്ഥാൻ എന്നുള്ള രണ്ട് സ്റ്റേറ്റ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതിലേക്ക് എത്തിയ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ടൈമിൽ എന്ത് തോന്നുന്നുണ്ട്, മുസ്ലിം വിഭാഗക്കാർക്ക് മുസ്ലിം ഗ്രൂപ്പ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് അറിയാം നമ്മൾ സ്വദേശി മൂവ്മെന്റ് സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് തിലകൊക്കെ, അതായത് ഗണേഷ് ഫെസ്റ്റിവൽ, ശിവാജി ഫെസ്റ്റിവൽ ഒക്കെ, അതായത് ഒരു റിവൈവലിസം കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ ഓഫ് ഹിന്ദു എലമെന്റ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തുള്ള ഗ്രൂപ്പിന് ഒരു കൈൻഡ് ഓഫ് പേടി തോന്നുകയാണ്, അതായത് വെദർ വി വിൽ ഗെറ്റ് ഏലിയനേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭയത്തിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അങ്ങോട്ടുള്ള പല ഇവന്റ്സും ടേൺ ഔട്ട് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ആയിരുന്നോ? അല്ല. പക്ഷെ ദെൻ പിന്നീട് AML വരുന്നുണ്ട്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വരുന്നുണ്ട്, അതായത് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു ഐഡിയ വെച്ചിട്ട്. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, ഡിപ്രസ്ഡ് ക്ലാസ്സിനും ഈ ഭയം ഉണ്ടായിരുന്നു അല്ലേ. കാരണം INCയുടെ ആദ്യഘട്ടത്തിൽ ഒരു സോഷ്യൽ സ്ട്രാറ്റ് നമ്മൾ പരിശോധിച്ച സമയത്ത് നമ്മൾ കണ്ടതാണല്ലേ, എലീറ്റ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ് അഡ്വക്കേറ്റ്സ്, പിന്നെ അതുപോലെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മിൻസ് ആണ് കൂടുതൽ മേധാവിത്വം. അപ്പൊ ഇങ്ങനെയുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നതോടെ തന്നെ തങ്ങളെ അവഗണിച്ച് പോവുകയോ അല്ലെങ്കിൽ തങ്ങളുടെ നീഡ്സ് ഒന്നും അഡ്രസ് ചെയ്യപ്പെടില്ലേ എന്നൊരു പേടിയിൽ നിന്നാണ് മുസ്ലിംസിനാണെങ്കിലും ഡിപ്രസ്ഡ് ക്ലാസ്സിനാണെങ്കിലും ഇത്തരം ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു ഫിയർ വന്നത്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മിന്റോ മോർലി ആക്ടിലൊക്കെ 1909 എന്ത് വരുന്നുണ്ട്, നമ്മുടെ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട് അല്ലേ. അത് പിന്നീട് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പിന്നീട് അത് അവസാനം എന്തിലെത്തുന്നു, ലാസ്റ്റ് അത് സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നൊരു 2 നാഷൻ തിയറിയിലേക്കൊക്കെ വരുന്നത്. അത് അവസാനം ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് യൂണിറ്റ്സ് ആയിട്ട്, രണ്ട് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഡിവിഷനും ഇതെന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. ഇനി അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ടൈമിൽ അതായത് ജിന്നയും പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ നേരിട്ടുകൊണ്ട് ജിന്ന പറയുന്ന കുറച്ച് വാക്കുകൾ ആദ്യം നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, യു ആർ ഫ്രീ ടു ഗോ ടു യുവർ മോസ്ക് ഓർ ടു എനി അതർ പ്ലേസ് ഓഫ് വർഷിപ്പ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. യു മേ ബിലോങ് ടു എനി റിലീജിയൻ ഓർ കാസ്റ്റ് ഓർ ക്രീഡ് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ബിസിനസ് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ പുള്ളി പറയുന്നത്, അതായത് മുസ്ലിംസിൽ, ഹിന്ദുസിൽ പല വിഭാഗങ്ങളുള്ള പോലെയുണ്ട്, മുസ്ലിംസിലും പല വിഭാഗങ്ങളുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടവർക്ക് പള്ളിയിൽ പോവാം, വേറെ ഏതെങ്കിലും ടെമ്പിൾ വർഷിപ്പിലേക്ക് പോകേണ്ടവർക്ക് അത് ചെയ്യാം. കാരണം എന്താ പറയുന്നത്, നിങ്ങൾ നോക്കിയേ, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത്, അതൊന്നും ചെയ്യാനില്ല, എന്തിന്, സ്റ്റേറ്റിന്റെ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത് ഇതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ജിന്ന ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ ഒരു കത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നോക്കും, ഇന്ത്യ ഹാവ് എ മുസ്ലിം മൈനോറിറ്റി, ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്, പക്ഷെ അവരെന്താണ്, നമ്പറിൽ ഒരുപാട് വലുതാ. അതുകൊണ്ട് പാകിസ്ഥാനിലെ നോൺ മുസ്ലിംസിനോട് അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ഏറ്റവും സിവിലൈസ്ഡ് മാനറിൽ നമ്മൾ പരിഗണിക്കണം എന്നാണ് നെഹ്റു പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, വി must give them security, the rights of citizen in a democratic right. ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യ രാജ്യത്ത് അവർക്ക് നൽകേണ്ട റൈറ്റ്സും അവകാശങ്ങളും സുരക്ഷിതത്വവും നമ്മൾ ഉറപ്പ് കൊടുക്കണം. നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ അതെന്താവും, അതൊരു ഫെസ്റ്ററിങ് സോറായിട്ട് മാറും, അതായത് ഒരു മുറിവ്, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മുറിവാവും. അത് പിന്നീട് ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ ബോഡീനെ മൊത്തം പോയിസൺ ചെയ്യാനും മാത്രമല്ല കപ്പാസിറ്റി അതിനുണ്ടാകും എന്ന് നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ പാർട്ടീഷൻ രണ്ട് സ്റ്റേറ്റിന്റെ ലീഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അതായത് ഹൗവർ ദ തിങ്സ് മേ ബി അവരെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണം, സെക്യൂരിറ്റി കൊടുക്കണം എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവര് പബ്ലിക്കലി പറഞ്ഞിരുന്ന ഇതാണെങ്കിലും പക്ഷേ സിറ്റുവേഷൻ ഇതായിരുന്നു, ഒരിക്കലും ഇതുമല്ലായിരുന്നു. പാർട്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് സ്ഥലങ്ങളിലും ഒരുപാട് കലാമിറ്റീസും ഒരുപാട് പ്രോബ്ലംസും ഭയങ്കര ദുഃഖപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ മുമ്പിൽ ഈ സമയത്ത് നമുക്ക് 3 ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയും. എന്താണ്, വി ആർ ഫേസിങ് 3 ചലഞ്ചസ്. ഒരെണ്ണം നേഷൻ ബിൽഡ് ചെയ്യാം, അതായത് കുറെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ബ്രിട്ടീഷ് പോകുന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലാം ബ്രിട്ടീഷ് സ്റ്റേറ്റ്
ആണോ? അല്ല, അതിൻ്റെ ഉള്ളിൽ കുറെ നാട്ടുരാജ്യക്കന്മാരുണ്ട്. സോ ഇതുകളൊക്കെ ചേർന്നിട്ട് ഇന്ത്യ എന്ന ഒരു ഏകീകൃത യൂണിയൻ ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തെ എന്തായിരുന്നു? നമുക്കൊരു ജനാധിപത്യ രീതിയിലുള്ള ഭരണം സ്ഥാപിക്കണം, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആക്കണം എന്നുള്ളത്. പിന്നെ എക്കണോമിക് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, നമ്മൾ ഫേസ് ചെയ്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പിന്നെ എന്താണ് സാമ്പത്തിക വളർച്ചയും എക്കണോമിക് ഡെവലപ്മെന്റും കൊണ്ടുവരണം എന്നായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ചലഞ്ച് പറഞ്ഞത്. ഇത് നമ്മൾ എന്തുണ്ട് എക്കണോമിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഈ ചലഞ്ചസിൽ നമുക്ക് എന്തിലേക്ക് നോക്കാം, എങ്ങനെയാണ് ഇനി നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് നേഷന്റെ ഏകീകരണത്തിലേക്ക് കിടക്കുന്നത് എന്നുള്ളത് നോക്കാം. പാർട്ടീഷൻ എന്ത് ചെയ്തു? പാർട്ടീഷൻ എന്തിന്റെ ബേസിസിലായിരുന്നു? അതായത് മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ആ ഏരിയകൾ എന്ത് ചെയ്യണം, അവർക്കൊരു സെപ്പറേറ്റ് വേണം. സോ മുസ്ലിം മെജോറിറ്റി ഏരിയ എന്താവും, പാകിസ്ഥാനിലേക്ക് പോകുമെന്നായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല, അൺഡിവൈഡഡ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം മെജോറിറ്റി ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിന് മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂലായിരുന്നു. പക്ഷെ 2 കോണിലായിരുന്നു മുസ്ലിം മെജോറിറ്റി ഏരിയ ഉണ്ടായിരുന്നത്. നിങ്ങൾ സ്ലൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ബ്ലൂ കളറിലുള്ള ഇവിടെ പഞ്ചാബ് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിന്റെ ഒരു ഏരിയയും ഇപ്പുറത്ത് ബംഗാളിന്റെ ഈ കുറച്ച് ഏരിയയും അത് അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. അതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായിട്ട് 2 പാകിസ്ഥാനായിട്ട് നിലനിൽക്കുന്നത്. പിന്നെന്തുണ്ട്, എല്ലാ മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനിൽ പോകണമെന്നുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. എല്ലാവരുടെ ഡിമാൻഡും ആയിരുന്നില്ല എല്ലാവർക്കും. അതായത് ഇപ്പൊ നമ്മുടെ അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനൊക്കെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു ഈ ജിന്നയുടെ 2 നേഷൻ തിയറിക്കെതിരെ. അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് എന്തുണ്ടായിരുന്നില്ല, പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്, ഈ റെഡ് കളറിൽ കണ്ടില്ലേ നിങ്ങൾ, അതായത് പഞ്ചാബ് ബംഗാൾ, അതായത് ഈ ഇന്ത്യയുടെയും പുതിയ പാകിസ്ഥാന്റെയും ബൗണ്ടറിയിലുള്ള ഏരിയൻസ് അല്ലെ, ഇവിടെ അതിർത്തി പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. സ്വാതന്ത്ര്യ ദിനം അതായത് ഓഗസ്റ്റ് 14, 15 സമയത്ത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് ഞങ്ങൾ ഇവിടെയാണോ അല്ലെങ്കിൽ ഇപ്പുറത്താണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ പാവ ആളുകൾ എന്തുണ്ടായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബോർഡർ റീജിയൻസിൽ ഉണ്ടായിരുന്ന മൈനോറിറ്റീസ് എന്ത് ചെയ്തു, ഈ അതർ ഗ്രൂപ്പ്സിന്റെ അറ്റാക്സിനും ഇതിനൊക്കെ ഒരുപാട് ഇരയാവുകയുണ്ടായി. അങ്ങനെ ഇതെന്താണ്, ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ, വേദനാജനകരമായിട്ടുള്ള ആൾക്കാരുടെ കടത്ത്, മനുഷ്യ കടത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടീഷനെ ഈ കാരണങ്ങളെ കൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അതായത് പിന്നെ നിങ്ങൾ കണ്ടോ, നമ്മൾ പറഞ്ഞല്ലോ ഫുള്ളി ആയിട്ട് എന്താണ് മെജോറിറ്റിയിലുള്ള ഏരിയകൾ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ഒരു സർക്കിളുള്ളത് മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ ഒരു 100 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു 80 പേരും എന്താണെന്ന് വെക്കുക, മുസ്ലിംസ് ആണ്. അപ്പോൾ മുസ്ലിം മെജോറിറ്റി അല്ലെങ്കിൽ ഒരു 60 മുസ്ലിം മെജോറിറ്റി ആണ് വെക്കുക. എന്നാൽ ഇതിലൊരു സൈഡ് ഉണ്ട്, ഇത് മൊത്തമല്ലല്ലോ, ഇതിലിങ്ങനെ കുറേ സൈഡ് ഉണ്ട്. ഇവിടെ ഒരു 20 പീപ്പിൾ ഉള്ള ഈ ഒരു സർക്കിളിൽ നോക്കിയ 15 ആൾക്കാരും ഹിന്ദുസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 6 എന്തെങ്കിലും അതർ റിലീജിയൻ. അപ്പൊ നോക്കിയേ, മൊത്തം മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു ഏരിയയില് ചില ഭാഗങ്ങളിൽ തന്നെ എന്തുണ്ട്, അതർ പീപ്പിൾസ് മറ്റ് ഗ്രൂപ്പ് മെജോറിറ്റി ആയിട്ടുണ്ട്, മൈനോറിറ്റി മെജോറിറ്റി ആയിട്ടുള്ള ഏരിയകളും ഉണ്ടായിരുന്നു. പ്രോബ്ലം മനസ്സിലായോ? അതായത് മൊത്തത്തിൽ എന്തായിരിക്കും, അതിന്റെ മൊത്തം പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിംസോ ആയിരിക്കും കൂടുതൽ എന്ന് വിചാരിക്കാം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ചില പ്രദേശങ്ങളിൽ എന്താ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പ്രദേശത്ത് എന്തുണ്ടാവും, മറ്റ് ഗ്രൂപ്പ് മൈനോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പ് മെജോറിറ്റി ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. സോ ഇതൊക്കെ കൊണ്ടൊരു ഒട്ടും പ്രാക്ടിക്കാലിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പുറത്ത് പോവുക ഇത് എന്നുള്ള പോലെ എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ഇഷ്യൂകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ആയിട്ട് എന്തിനെ കാണുന്നത്, പാർട്ടീഷനെ കാണുന്നത്. അങ്ങനെ ഈ ബൗണ്ടറി റീജിയൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ, റെഡ് കളറിൽ നേരത്തെ നമ്മൾ മാപ്പിൽ കണ്ട അമൃത്സർ, ഇപ്പുറത്ത് ബംഗാളിന്റെ ഏരിയയിലുള്ള കൊൽക്കത്തയിലൊക്കെ ഉണ്ട്, ഒരുപാട് വയലന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്റ്റേറ്റിന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പോലീസൊക്കെ നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ട്. സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു, തട്ടിക്കൊണ്ടുപോവുകയും തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ റിലീജിയസ് കൺവേർട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈവൻ കുടുംബങ്ങൾ എന്ത് ചെയ്തു, അവരുടെ ഫാമിലിയുടെ ഹോണർ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് വേറൊരു ഇതിലേക്ക് കാസ്റ്റിലേക്കോ ഇതിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ദുരഭിമാന കൊലകൾ വരെ ഈ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ വർഷങ്ങളായിട്ട് ഒരാൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അവരുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ വീടുകളൊക്കെ എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ദിവസം അവരുടേതല്ല അല്ലെങ്കിൽ അവർ എക്സിസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തല്ല എന്നറിയുമ്പോൾ ഹൃദയങ്ങളുടെ ഡിവിഷൻ ഓഫ് ഹാർട്ട്സ് എന്നത് ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മുതൽ 10 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രാജിക് ഇവന്റ്സിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
ഇനി ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് വരിക. അങ്ങനെ പാർട്ടീഷനൊക്കെ കഴിഞ്ഞിട്ട് ഹവർ വി ഇന്ത്യ സ്റ്റാൻഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷന്റെ 1951 12% എന്തുണ്ടായിരുന്നു, മുസ്ലിംസ് ആയിരുന്നു. അതാണ് നെഹ്റു പറഞ്ഞത് അല്ലേ. ഇനി അതിനുശേഷം ഈ ഇങ്ങനെ ഇവന്റ്സ് നടക്കുന്നതുകൊണ്ട് ഗാന്ധി എന്ത് ചെയ്തു, ഇത്ര പേര് കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് വയലൻസ് നടക്കുന്നുണ്ട്. സോ ഗാന്ധി ഡിസൈഡഡ്, ഗാന്ധി ഒരിക്കലും ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫ്രീഡം സെലിബ്രേഷന്റെ ഒന്നും ഭാഗമായിട്ടുണ്ടായില്ല. അദ്ദേഹം എന്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു, ഈ കമ്മ്യൂണൽ വയലൻസ് ഒക്കെ കണ്ടു നിൽക്കാൻ പറ്റാതെ അതിനെതിരെ അദ്ദേഹം സത്യാഗ്രഹാസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയ്ക്ക്. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഒതുങ്ങും, അപ്പൊ അദ്ദേഹം വീണ്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഹി വാസ് ട്രാൻസ്ഫറിങ് ബിറ്റ്വീൻ. ഓക്കെ, പിന്നെ അതുപോലെ ഫാസ്റ്റ് നിരാഹാരം കിടക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഈ സമയത്ത് പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കുറച്ച് ഫൈനാൻഷ്യൽ എമൗണ്ട് ഡ്യൂസ് ഇപ്പുറത്തേക്ക് പേ ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒരുപാട് സ്ഥലത്ത് കമ്മ്യൂണൽ വയലൻസ് നടക്കുക. ഇതിനൊക്കെ കാരണകരമാക്കിയിട്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെതിരെ നിരാഹാരത്തിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയെ ഒരു മൊത്തം ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള ഒരു ഐഡിയക്ക് ഗാന്ധിജി വളരെ എതിർപ്പായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രീമിസ്റ്റ് തീവ്ര വലതുപക്ഷ ആൾക്കാരുടെ എന്തുണ്ടായിരുന്നു, ഗാന്ധിക്ക് എതിരായിരുന്നു. രണ്ട് സൈഡിൽ കേട്ടോ, രണ്ട് സൈഡിലെ എക്സ്ട്രീമിസ്റ്റുകൾ എന്തായിരുന്നു, ഗാന്ധിക്ക് എതിരായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അത് ഹിന്ദു എക്സ്ട്രീമിസ്റ്റിനെ അവരെ ചൊടിപ്പിക്കുന്നുണ്ട്. ഈവൻ ഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് ആംഡ് പ്രൊട്ടക്ഷൻ തരാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അതൊന്നും സ്വീകരിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്തിട്ട് എന്തായി, ജനുവരി 30, 1948 1948 എന്ത് സംഭവിക്കുന്നുണ്ട്, നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന അദ്ദേഹം ഒരു വലതുപക്ഷ തീവ്ര എക്സ്ട്രീമിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് പിന്നോടിയായിട്ട് പിന്നീട് RSS എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചു കാലത്തേക്ക് ബാൻ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് പാർട്ടീഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഒന്നാമത്തെ ചലഞ്ചിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ, അപ്പോഴത്തെ സാഹചര്യം ബാക്ക്ഗ്രൗണ്ട് കിട്ടിയല്ലോ. ഓക്കേടാ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസ്ലി സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, എന്തുണ്ട്, കുറെ നാട്ടുരാജ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം, ഇന്ത്യൻ യൂണിയനിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടെ ഓട്ടോണമി ഉണ്ടായിരുന്നു. അതായത് ഇവർ ബ്രിട്ടീഷ് ക്രൗണിന്റെ ഓട്ടോണമി അല്ലെങ്കിൽ പാരാമോണ്ടസി അവർ ഏറ്റെടുക്കുന്നു, അത് അംഗീകരിക്കുന്നതോടുകൂടെ അതിന്റെ പരമാധികാരത്തെ ഇവർ ബഹുമാനിക്കുന്നതോടുകൂടെ ഇവരെന്താണ്, ദേ എൻജോയ്ഡ് ദ പാരാമോണ്ടസി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. അതായത് അവർക്ക് അവരുടെ ഇന്റേണൽ മാറ്റേഴ്സിലൊന്നും എന്ത് ചെയ്യില്ല, അധികം ഇന്ത്യയിലെ ബ്രിട്ടൻ ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, ഇടപെടില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഇന്റേണൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അവർക്ക് തീരുമാനം എടുക്കാനും ഇതിനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു. ഏതുവരെ, ബ്രിട്ടന്റെ ക്രൗണിന്റെ സുപ്രീമസീനെ ഇവർ അംഗീകരിക്കുന്ന കാലത്തോളം ഇവർക്ക് ഇങ്ങനെ പാരാമൗണ്ടസി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമാധികാരം, ക്രൗണിന്റെ പരമാധികാരം ഇവർക്ക് മേലിലുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ പോളിസികളിനേക്കാൾ ഉപരി അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം ഇവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ 1947 ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ബ്രിട്ടീഷ് ക്രൗണിന്റെ പാരാമോണ്ടസി പരമാധികാരം കൂടി ഉണ്ടാവും, ഇല്ലാതെയാവും. അതില്ലാതാവുന്നതോടുകൂടി എന്ത് ചെയ്തു, 565ഓളം ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാവുകയാണ്. മുന്നേ നാട്ടുരാജ്യമായിട്ടുള്ള ഇപ്പൊ അതെന്താവും, ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇവർക്ക് 3 ഓപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാം. ഓക്കെ, പക്ഷെ ഇത് ആർക്കാ തീരുമാനം എടുക്കാൻ പറ്റുക, ജനങ്ങൾക്കല്ല, ആ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളല്ല, പക്ഷെ മറിച്ച് ആ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരാണ് ഈ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. അങ്ങനെ ട്രാവൻകൂറിൽ എന്ത് ചെയ്തു, ട്രാവൻകൂറിലെ രാജാവ് തീരുമാനിച്ചു, അദ്ദേഹം ആദ്യമായിട്ട് ഡിക്ലെയർ എന്ത് ചെയ്തു, ട്രാവൻകൂർ ആദ്യത്തെ 2 ഓപ്ഷനിലും ചേരുന്നില്ല, ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം അതിന്റെ തൊട്ടു പിന്നാലെ നിസാമും എന്ത് ചെയ്തു, ഇതേ നിലപാട് എടുക്കാൻ തുടങ്ങി. നിസാം എവിടത്തെയാണ്, ഹൈദരാബാദിലെ നിസാമും ഇതേ തീരുമാനം, അവരൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാണെന്നുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ഓൾറെഡി പാർട്ടീഷൻ കഴിഞ്ഞ് ഇങ്ങനെ കുറെ സ്പ്ലിറ്റിന്റെ ഒക്കെ ടെൻഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാട് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വീണ്ടും ഒരുപാട് വിഭജനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമോ എന്നൊരു ആശങ്ക നേതാക്കളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈ റൂളേഴ്സ്, നമ്മൾ പറഞ്ഞല്ലേ, റൂളേഴ്സിനാണ് ഇത് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാകുക. ഇവർക്ക് എന്തിനു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇന്ത്യ എന്താവാനാ പോകുന്നത്, ഒരു ജനാധിപത്യ രാജ്യമല്ലേ, നമ്മുടെ രണ്ടാമത്തെ ചലഞ്ച് ആയിട്ടുള്ള ഡെമോക്രസി ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ജനങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ കൊടുക്കാൻ രാജഭരണം പിന്തുടർന്ന് വന്ന
രാജാക്കന്മാർക്ക് എന്തുണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് എന്ത് ചെയ്തില്ല പലരും ഇന്ത്യയിൽ ചേരാൻ റെഡി അല്ലാത്തത്. എന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എന്തായിരിക്കും നീഡ്സ്? ദേ ഡിസയർ ഫോർ ഡെമോക്രസി അല്ലെ? ബിക്കോസ് ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫ്രം ദ പീപ്പിൾ അല്ലെ? ഓക്കെ, സോ അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്.